പിതാവെ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കർത്താവേ, റൈസ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഈ മീറ്റിങ്ങിൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. 2-3 പേർ തൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ വരാമെന്ന് പറഞ്ഞ കർത്താവ്, ഞങ്ങളുടെ മധ്യ കർത്താവേ, പ്രാരംഭ നിമിഷത്തിൽ തന്നെ കർത്താവേ, അങ്ങ് നീ വന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്, ഏത് പ്രതിസന്ധികളായാലും കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്ന അഭിഷിക്തന്മാർ കർത്താവെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഈ കാലഘട്ടത്തിൽ കർത്താവെ അതിശക്തമായി കർത്താവെ സഭയെ വളർത്തുവാൻ കർത്താവെ ഇന്നത്തെ വചനത്തെ കർത്താവെ അങ്ങ് ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഇന്നിവിടെ വന്നത് വൃഥാവായി പോകാതെ കർത്താവെ, വന്നതുപോലെയല്ല മടങ്ങിപ്പോകുമ്പോൾ അങ്ങയുടെ കർത്താവെ അതിശക്തമായ സാന്നിധ്യത്താലും അഭിഷേകത്താലും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് നിറച്ചയക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ദൈവശക്തി കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. മാളികമുറിയിൽ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ വലിയ അത്യന്ത ശക്തിയാൽ കർത്താവെ ജനത്തെ നിറയ്ക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ആരാധന നയിക്കുന്ന കർത്താവെ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധനയുടെ സമയത്ത് തന്നെ ആരാധിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സൗഖ്യത്തിൻ്റെ കർത്താവെ സ്വർഗം തുറന്ന് കർത്താവെ സൗഖ്യത്തിന് അയക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇതുവരെ കാത്തിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ മറുപടികളെ കർത്താവെ പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവെ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കർത്താവെ സകല ചങ്ങലകളും അഴിഞ്ഞു മാറിയതുപോലെ കർത്താവെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി മാറിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ആരാധന മധ്യേ കർത്താവെ ചിലവരുടെ ജീവിതത്തിൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു മാറുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. യോശുവയും ഇസ്രായേൽ മക്കളും ആർത്തപ്പോൾ യെരിഹോ മതിൽ മറിയതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ആർക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന സകല മതിലുകളും സകല ചെങ്കടലുകളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മുൻപിൽ മാറുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിച്ച് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ദുരാത്മ ശക്തികൾക്ക് സ്ഥാനമില്ലാതെ വണ്ണം കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജീവിതങ്ങളെ നീ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ മീറ്റിംഗിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ കർത്താവേ ഞങ്ങളുടെ മധ്യേ നീ നിറയുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗീയ തീയാൽ സ്വർഗീയ കാറ്റാൽ കർത്താവേ ഞങ്ങൾ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവരെ പറയപ്പെടുന്ന ഓരോ വചനങ്ങളും കർത്താവേ ഞങ്ങളോട് ഇടപെടുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം തുറന്നു കേട്ടതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി നന്ദി. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയം ആരാധനയിലോട്ട് നമ്മൾ കടക്കുകയാണ്. അത്ഭുത വിസ്മയ സ്നേഹാത്മാവിൻ ആനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിലൻ യേശുവിൻ ത്യാഗം എൻ ആത്മാവിൻ സാന്ത്വനം. ഓ എൻ ആത്മാവിൻ സാന്ത്വനം. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. സൗഖ്യദായകൻ യേശു
ആത്മാവിൽ ശാന്തിയേകും ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും. ഓ ജീവനിൽ നടത്തിയിടും. സൗഖ്യദായകൻ സൗഖ്യദായകൻ യേശു ആത്മാവിൽ ശാന്തിയേകും ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും. ഓ ജീവനിൽ നടത്തിയിടും. ഓ നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. യേശുവേ thank you for this love. നന്ദി നാഥ. യേശു വന്നിടും. യേശു വന്നിടും വീണ്ടും. തീരുമെൻ യാത്ര വേഗം. ചാരും തൻ മാർവിലണയും ചേരുമെൻ വീട്ടിൽ ഞാൻ. ഓ ചേരുമെൻ വീട്ടിൽ ഞാൻ. യേശു വന്നിടും. യേശു വന്നിടും വീണ്ടും. തീരുമെൻ യാത്ര വേഗം. ചാരും തൻ മാർവിലണയും ചേരുമെൻ വീട്ടിൽ ഞാൻ. ഓ ചേരുമെൻ വീട്ടിൽ ഞാൻ. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. അവൻ കുരിശു. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലി
ചൊല്ലിക്കൂടാ കഴിഞ്ഞു പോ കണ്ടാലും സർവം പുതിയതാ എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. തീർന്നു എന്നാന്ത്യം, നീങ്ങി എൻ രാവ്. ഇരുട്ടിൻ പാശം അറുത്തുതാൻ ജീവപ്രകാശം കാണുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. തീർന്നു എന്നാദ്യം, നീങ്ങി എൻ ഇരുട്ടിൻ പാശം അറുത്തുതാൻ ജീവപ്രകാശം കാണുന്നു നാം. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശു എൻ സ്വന്തം. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹബന്ധം നിൽക്കും സദാ. മരണത്തോളം സ്നേഹിച്ചു നിത്യതയോളം സ്നേഹിക്കും. No matter what, no matter what. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ഓ എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ദൈവങ്ങളെല്ലാവരും ചേർന്ന് പാടിയാട്ട് എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ചേർന്ന് പാടാം.
എനിക്കു പാട്ടും പ്രശംസയും, അവൻ മാത്രമേ പ്രശംസ. ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും. ദൈവ കുഞ്ഞാടും തൻ കുരിശും. Just because of the cross. ദൈവ കുഞ്ഞാടും തൻ കുരിശും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടും അവൻ്റെ കുരിശും. ഈ പറഞ്ഞ രണ്ട് വസ്തുക്കൾ, ഈ പറഞ്ഞ ദൈവപുരുഷനും ഈ കുരിശും കാരണം ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞ നാം, just because of the Christ, the Gentile Christ, the Jewish Messiah, just because of the cross, മശിഹ മൂലം, ക്രിസ്തു മൂലം, ക്രൂശ് മൂലം നാം ഇന്ന് ജീവനോടുകൂടെ, എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജീവനോടുകൂടെ ആയിരിക്കണം. That is the greatest miracle the world has ever seen, that heaven has ever seen, that a Gentile being coming to Christ, coming to the God of Abraham, Isaac and Jacob, അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിൻ്റെ അടുക്കലേക്ക് മുമ്പേ ജാതികളായിരുന്ന, മുൻപേ ദൈവമില്ലാതിരുന്ന, മുൻപേ പ്രത്യാശയില്ലാതിരുന്ന, ഒരു ഹോപ്പും ഇല്ലാതിരുന്ന നാം ഈ വന്ന മശിഹ മൂലം ഈ മഹാദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനിടയായി. ഈ മഹാദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനിടയായി. ജസ്റ്റ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പേ ഒരുവൻ വന്നു ഈ ഭൂവിൽ. അവൻ വന്ന് നമ്മോടൊപ്പം ജീവിച്ചു, നമ്മുടെ ഇടയിൽ പാർത്തു. വചനം മാംസളമായി ജഡമായി തീർന്ന് അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മെ വീണ്ടെടുപ്പാനായി. അവൻ ദൈവമായിരിക്കെ, പൂർണ്ണമായും ദൈവമായിരിക്കെ തന്നെ അവൻ പൂർണ്ണമായും മനുഷ്യനുമായിരുന്നു. അവൻ തൻ്റെ സ്നേഹിതരോടൊപ്പം ഇരുന്ന് കരഞ്ഞു. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പേയും ഹി നോസ് വാട്ട് ഹി ഈസ് ഗോയിങ് ടു ഡു. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയാം. എങ്കിലും അവൻ്റെ കൂട്ടാളികളോടൊപ്പം ഇരുന്ന് കരയുവാൻ അവന് മനസ്സായി. ദാറ്റ് ഈസ് ദ ഗോഡ് വി സർവ്. നമ്മൾ സേവിക്കുന്ന ദൈവം ഇതാണ്. മനുഷ്യരോടൊപ്പം ഇരുന്ന്, തൻ്റെ സൃഷ്ടിയോടൊപ്പം ഇരുന്ന് കരയുന്ന ദൈവം, തൻ്റെ സൃഷ്ടിയോടൊപ്പം ഇരുന്ന് ആനന്ദിക്കുന്ന ദൈവം, സന്തോഷിക്കുന്ന ദൈവം. യേശുവെ പോലെ മറ്റാരുമില്ല. There is none like this God. യേശുവെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവെ പോലെ കരുതാൻ ആരുമില്ല. യേശുവെ പോലെ യോഗ്യനായി ആരുമില്ല. അവനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. കുറച്ച് നേരം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let's all rise. അവൻ യോഗ്യനാണ്. ആദരവിനും സ്തുതിക്കും മഹത്വത്തിനും അവൻ യോഗ്യനാണ്. ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന, ആരാധന. യേശുവേ പോലെ, യേശുവേ പോലെ സ്നേഹിക്കാൻ
യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. നമ്മുടെ സമീപസ്ഥനായിരിക്കുന്ന ദൈവം ഹൃദയം തകർന്നിടുന്നു. യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ. യേശു ഇന്നും ജീവിക്കുന്നു. He lives. ഇന്നും ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. ഓ യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. ഓ യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്.
പോലെ സ്നേഹിക്കാൻ, യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ യോഗ്യനായി ആരുമില്ല. യേശുവേ ആരാധന, ആരാധന, ആരാധന നിനക്ക് ആരാധന, അങ്ങേക്കു മാത്രം ആരാധന, ആരാധന, ആരാധന. എല്ലാവർക്കും ഇരിക്കാം, സ്ഥാനങ്ങളിൽ ഇരിക്കാം. What a wonderful time we had. ഈ നല്ല നാഥനെ പോലെ ഒരു ദൈവമില്ല, ഈ നല്ലവനെ പോലെ ഒരു നല്ലവനില്ല. No one will ever love us like this. ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരുമില്ല. എത്രത്തോളം തൻ്റെ സന്നിധിയിൽ അവിശ്വസ്തരായിരുന്നിട്ട് പോലും കർത്താവെ നീ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. We were damned to eternal hell. നിത്യനരകത്തിന് മാത്രം പാത്രങ്ങളായിരുന്ന നാം, ഞങ്ങളെ തേടി വന്നതിനെ ഓർത്ത് സ്തോത്രം. We worship you because of that. നീ ഞങ്ങൾക്കായി അത് ചെയ്തതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ആമേൻ. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഒരു അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ പേര് ജോബൻ. ഞാൻ എറണാകുളംകാരൻ തന്നെയാണ്. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 20 വർഷത്തിന് ശേഷമാണ് ഞാൻ എറണാകുളത്ത് സ്റ്റേജിൽ കയറുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ജോജി പാസ്റ്ററെ കണ്ടു. ഏകദേശം എൻ്റെ ഒരു 20 വർഷത്തിന് മുമ്പ് പ്രിയ ജോജി പാസ്റ്റർ ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ഈ ദേശത്ത് കർത്താവിനെ ഉയർത്തുവാൻ സാധിച്ചു. ഞാനിപ്പോൾ 5 വർഷമായി ബീഹാറിൽ ഇന്ത്യ മിഷനോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ സ്വന്തം നാട്ടിൽ ഒരിക്കൽ കൂടി ദൈവത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരിക്കൽ നല്ല സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെ കരങ്ങളെ ഒരു ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ആമേൻ അവരുടെ സൈഡിൽ വന്ന് നോക്കി നിൽക്കാന്നല്ല കർത്താവ് പറഞ്ഞത്. ആമേൻ. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടോളാന്നല്ല കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ നടുവിൽ ദൈവമുണ്ട്. ആമേൻ. കർത്താവ് വന്നിടത്തൊന്നും ദൈവം കാഴ്ചക്കാരനായിട്ടല്ല വന്നത്. ഹല്ലേലൂയ. ലാസറിന്റെ വീട്ടിലൊരിക്കൽ കർത്താവ് ചെന്നു. ആമേൻ. ഒരു കുടുംബം മൊത്തം ദുഃഖത്തിലായിരുന്നപ്പോൾ, പ്രയാസത്തിലായിരുന്നപ്പോൾ കർത്താവ് അവിടെ ചെന്നു. അന്ന് അവിടെ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയും ആമേൻ കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. ഇതൊരു മിഷൻ മീറ്റിംഗ് ആണെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ആമേൻ. ചില ജീവിതങ്ങളുടെ ആമേൻ ഹൃദയത്തിൽ കർത്താവിന് വലിയ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. വലിയ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ആമേൻ. ഒരു ഹിന്ദി ഗാനം പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ഇങ്ങനെയാണ്: संसार की सुंदरता में ये रूप जो तेरा ही, ये चांद सितारों में है अक्स जो तेरा ही, आमीन। महिमा की तेरी बातें हम सबको बताएंगे, ये यीशु महान अपना ये गीत सुनाएंगे. ആമേൻ. ആമേൻ. ഈ ലോകത്തെ എത്ര വലിയ സൗന്ദര്യമുള്ളതോ എത്ര വലിയതോ കാര്യങ്ങളുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മേളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ആമേൻ. ലോകത്തിലെ സ്നേഹത്തെക്കാൾ, ലോകത്തിൽ എന്തിനേക്കാളും വലിയ സൗന്ദര്യമുള്ള ദൈവം ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന കർത്താവ്. ആമേൻ. അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആമേൻ പാടി ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പാടുമ്പോൾ ഹൃദയം തുറന്നങ്ങ് പാടണം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ഗാനം അറിയാവുന്നവർ എന്നോട് ചേർന്ന് പാടാം.
उठाएंगे, हम सांस बजाएंगे, यीशु महान अपना ये गीत सुनाएंगे। आवाज उठाएंगे, हम सांस बजाएंगे, यीशु महान अपना ये गीत सुनाएंगे। आवाज उठाएंगे। ना देख सका हमको तू पाप के सागर में, और बन के मनुष्य आया आकाश से सागर में। ना देख सका हमको तू पाप के सागर में, और बन के मनुष्य आया आकाश से सागर में। मुक्ति का तू दाता है, दुनिया को बताएंगे, हे यीशु महान अपना ये गीत सुनाएंगे। आवाज उठाएंगे, हम सांस बजाएंगे, हे यीशु महान अपना ये गीत सुनाएंगे। आवाज उठाएंगे। संसार की सुंदरता में हे रूप जो तेरा ही, इन चांद सितारों में हे अक्स जो तेरा ही। संसार की सुंदरता में हे रूप जो तेरा ही, इन चांद सितारों में हे अक्स जो तेरा ही। बाकी तेरी बातें हम सबको बताएंगे, हे यीशु महान अपना ये गीत सुनाएंगे। आवाज उठाएंगे, हम सांस बजाएंगे, हे यीशु महान अपना ये गीत सुनाएंगे। आवाज उठाएंगे। ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ഇതിന് അർത്ഥം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ആവാസ് ഉഠായെങ്കെ. ആമേൻ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കാരണം യേശു മഹാനാണ്. ആമേൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് വലിയത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് കർത്താവ് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്ന ആർക്കിലൂടെ പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. ആമേൻ. സ്വർഗം നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അത് അനുഭവിച്ചവർ ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരു മലയാളം ഗാനത്തിന്റെ ചേർന്നത് പാടി ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഗാനമാണ്. അവൻ പാട്ടിങ്ങനെയാണ്: പ്രാണപ്രിയ
യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ. ആമേൻ, ഹല്ലേലൂയ. ലോകത്തിൽ ഒത്തിരി സ്നേഹമുണ്ടെങ്കിലും ആമേൻ, കർത്താവിൻ്റെ സ്നേഹത്തെ പോലെ പകരം വെക്കാൻ പറ്റുന്നൊരു സ്നേഹമില്ല. ഹല്ലേലൂയ, ആമേൻ. നമ്മളൊക്കെ പറയും ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതാവിൻ്റെ സ്നേഹമാണ്. ആ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആമേൻ, യേശുവിൻ്റെ സ്നേഹം, ആമേൻ, മാതാവിൻ്റെ സ്നേഹമായിരിക്കും ഏറ്റവും വലുത്. ഞാനൊരു കാര്യം പറയാം, മാതാവിൻ്റെ സ്നേഹത്തിനും ഒരു അതിരുണ്ട്. ആമേൻ. നമ്മളൊക്കെ മരിച്ച് ആമേൻ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് മാതാവിൻ്റെ സ്നേഹം തീരും. ഒരുപക്ഷെ കുറച്ച് നാളുകൾ ആ ഓർമ്മ നിൽക്കുമായിരിക്കും. ഓർമ്മ നിന്ന് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആമേൻ ആ മാതാവ് നമ്മളെ മറക്കും എന്ന് പറഞ്ഞാൽ ആമേൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങനെ യൂസ്ഡായി മാറും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മരിച്ചടക്കപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രാണനെ കൊണ്ട് അബ്രഹാമിനെ മടിയിലിരുത്തി സ്നേഹിക്കുന്നൊരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അപ്പൊ അമ്മ കുഞ്ഞിനെ മറക്കാം സാധ്യതയുണ്ട്, എന്നാലും ഒരിക്കലും മറക്കാത്തൊരു സ്നേഹമുണ്ട്. അതാ ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് പകരം നമ്മൾ ആ സ്നേഹത്തിലായോണ്ടോ ഇതിനകത്തായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ശത്രു എന്നെ നമ്മളെയൊക്കെ വെട്ടിക്കളയായിരുന്നു. അവൻ ശത്രുവിൻ എന്നെ നമ്മളെയൊക്കെ ചീർത്തിക്കളയാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ സ്നേഹം നമ്മളെ തേടി വന്നു. ആ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് ആമേൻ പാടി ദൈവത്തെ ആരാധിക്കാം. പ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയെന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. ചേർന്ന് പാടാം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും തരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും തരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ നാദവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം, ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ നാദവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം, ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ
നിനക്കായി മാത്രം എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും തരുകില്ല എൻ്റെതെല്ലാം നിനക്കു മാത്രം എന്നെ ഊറ്റും തരുന്നീനാ എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും തരുകില്ല എൻ്റെതെല്ലാം നിനക്കു മാത്രം എന്നെ ഊറ്റും തരുന്നീനാ. തള്ളപ്പെട്ട എന്നെ എൻ്റെ പൈതലാക്കി ദൈവം തീർത്തു. എൻ്റെ പാപമെല്ലാം പോക്കി അവൻ എന്നെ ശുദ്ധീകരിച്ചു. അവൻ ഒരു കാലത്ത് ആർക്കും നമ്മളോട് ദയ തോന്നിയില്ല. നമ്മളൊക്കെ തള്ളപ്പെട്ട് കിടന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ തേടി വന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ മാനിച്ചു. മാന്യതയില്ലാതിരുന്നത് നമുക്ക് മാന്യത ദൈവം നൽകി തന്നു. ഇന്ന് പകൽ ദൈവത്തെ ഹൃദയം തുറന്നൊന്ന് സ്തുതിക്കാമോ? എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാവം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും തരുകില്ല എൻ്റെതെല്ലാം നിനക്കു മാത്രം എന്നെ ഊറ്റും തരുന്നീനാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും തരുകില്ല എൻ്റെതെല്ലാം നിനക്കു മാത്രം എന്നെ ഊറ്റും തരുന്നീനാ. ഒരു കൂടി ചേർന്ന് പാടാമോ? ഓയോ എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും തരുകില്ല എൻ്റെതെല്ലാം നിനക്കു മാത്രം എന്നെ ഊറ്റും തരുന്നീനാ. എന്നെ ഊറ്റും തരുന്നീനാ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായി സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ ദീപു ബ്രദർ തനിക്ക് ദൈവം നൽകിയ സൗകര്യങ്ങളൊക്കെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എത്ര സന്തോഷത്തോടു കൂടിയാണ് നൽകുന്നത് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ ആളുകൾ ഹാൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, ദീപു ബ്രദർ നമ്മളെ ഇങ്ങോട്ട് നിർബന്ധിക്കുകയാണ്, ദയവായിട്ട് എൻ്റെ ഹാൾ എടുത്ത് അവിടെ നിങ്ങൾ മീറ്റിങ്ങുകൾ നടത്തണം. സോ ഇങ്ങനെ കർത്താവ് നൽകിയിരിക്കുന്ന നന്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സന്തോഷത്തോടുകൂടെ, നിർബന്ധത്താലല്ല, സന്തോഷത്തോടുകൂടെ ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജോബിൻ ഞങ്ങളൊരുമിച്ച് ബീഹാറിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ മിഷൻ്റെ സീനിയർ ലീഡറായിരിക്കുന്ന ജോസഫ് സാറിൻ്റെ മകനാണ്. താൻ കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. തനിക്ക് ബീഹാറിൽ കടന്നു വരുവാൻ ദൈവം അവസരം നൽകി. ഞങ്ങളുടെ വർഷിപ്പ് ലീഡറാണ്. ഓഫീസിൽ പ്രവർത്തിക്കുന്നു.
ബീഹാറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കുറഞ്ഞത് 7 ഉത്തരവാദിത്തങ്ങളെങ്കിലും കിട്ടും. കാരണം പണി ധാരാളമുണ്ട്, ആളുകൾ കുറവാണ്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ബാബു ചെറിയാൻ പാസ്റ്റർ നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ലോകത്തിൽ പീഡനം അനുഭവിക്കുന്ന പല രാജ്യങ്ങൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന നോർത്ത് കൊറിയ. നോർത്ത് കൊറിയയുടെ ലീഡർ മരിച്ച ദിവസം ആരെങ്കിലും ചിരിച്ചാൽ അവരെ ജയിലിൽ അടയ്ക്കുമെന്നാണ് അത്ര അവിടുത്തെ നിയമം. അങ്ങനെയുള്ള സ്ഥലം. അവിടെ എത്രയോ ആളുകൾ ജയിലിലാണ്. ഇതുപോലെ ബൈബിള് കയ്യിൽ വയ്ക്കുവാനോ ഒരു ആരാധന നടത്തുവാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യം ഇല്ല. സൗദി അറേബ്യ, ഞാൻ ചില വർഷങ്ങൾ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ഞങ്ങൾ അടച്ച് സൗണ്ട് പ്രൂഫ് ചെയ്ത മുറികളിലായിരുന്നു ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും കാരണവശാൽ പോലീസുകാരറിഞ്ഞാൽ അവർ വന്ന് പിടിച്ചുകൊണ്ടുപോകും, ജയിലിൽ അടയ്ക്കും. അവിടെ 5 തവണ നിസ്കാരത്തിൻ്റെ സമയം, ഈ 5 തവണയും അവിടുത്തെ മുത്താവ പോലീസ് അവർ അവിടുത്തെ പ്രധാനപ്പെട്ട തെരുവുകളിൽ വന്ന ആളുകളെ ഓടിച്ചു വിടും. അതായത് മോസ്കിൽ പോകാത്തവരെല്ലാം ഓടിപ്പൊക്കൊള്ളണം. അത് എല്ലാ ദിവസവും 5 തവണ. അത്രമാത്രം കഠിനമായ നിയമങ്ങളുള്ള സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളെപ്പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ധാരാളം ആളുകൾക്കും അത്തരം സ്ഥലങ്ങളെപ്പറ്റി അറിയുവാനുള്ള പ്രത്യേക ആഗ്രഹവുമില്ല. എന്നാൽ ദൈവം ചിലരുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെപ്പറ്റിയുള്ള ആഗ്രഹം, പ്രാർത്ഥനയ്ക്കുള്ള താല്പര്യം നൽകി. അതിലൊരാളാണ് പ്രിയ ബ്രദർ ടോം കുര്യൻ. അദ്ദേഹം ഡാളസിലാണ് താമസിക്കുന്നത്. അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്യുകയാണ്. വളരെ അധ്വാനിച്ച് താൻ ബിസിനസ് ചെയ്യുകയാണ്. താനും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും ഡോക്ടർമാരാണ്. ഇത് താൻ തനിയെ മീറ്റിങ്ങിന് ഈ അവധിക്ക് വന്നപ്പോൾ, സത്യത്തിൽ ഇത്തവണ നമ്മൾ 4 മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇന്നലെ വടക്കഞ്ചേരിയിൽ ബഹുമാനപ്പെട്ട ബാബു ചെറിയാൻ പാസ്റ്റർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച്. അതിന് തലേ ദിവസം റാന്നിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളായിരുന്നു. നാളെ കോട്ടയത്ത്. ഈ മീറ്റിങ്ങുകൾക്ക് പ്രേരണയായത് പ്രിയ ടോം അങ്കിൾ എന്നോട് ചോദിച്ചു, ടോം ബ്രദർ എന്നോട് ചോദിച്ചു, ബ്രദറെ, കേരളത്തിലെ സഭകൾ സുവിശേഷീകരണത്തിൽ പങ്കാളികളാകണ്ടേ? നമുക്കതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണ്ടേ? എനിക്ക് അത്ര വലിയ ആവേശമൊന്നുമില്ലായിരുന്നു. കാരണം അത് വലിയ ബുദ്ധിമുട്ടാണ്. ആളുകളെ അറിയിക്കുക, അവരെ വിളിച്ച് ചേർക്കുക. എന്നാൽ ദൈവം ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുമായി കോണ്ടാക്റ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു എഫർട്ടും എടുക്കേണ്ടി വന്നില്ല. ഈ മീറ്റിങ്ങുകൾ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭാരത സുവിശേഷീകരണത്തിന് പങ്കാളിയാകുവാൻ, കർത്താവ് ചെയ്തത് ചെയ്യുവാൻ. അത് ഒരിക്കലും ഒരു സൂപ്പർ സ്പിരിച്വാലിറ്റി അല്ല, ഒരു അമിത ആത്മീയതയല്ല, മറിച്ച് സാധാരണ ആത്മീയതയാണ് സുവിശേഷീകരണം. അതെത്രമാത്രം അത്യാവശ്യമാണ്. പീഡനം അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എത്ര അത്യാവശ്യമാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും, അതിൻ്റെ ബിബ്ലിക്കൽ ബേസിസ്, വേദപുസ്തകത്തിൻ്റെ ആധികാരികത, സുവിശേഷീകരണവുമായി ബന്ധത്തിൽ എന്താണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വീര്യം കൂട്ടുക, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വീര്യം കൂട്ടുക, ഭാരതം സുവിശേഷീകരിക്കപ്പെടുക. ഇതാണ് ഈ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ബഹുമാനപ്പെട്ട ജോസ് പാസ്റ്റർ, മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ജോസ് പാസ്റ്റർ, താൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, വരുമ്പോൾ നമുക്ക് മിഷൻ മീറ്റിംഗ് സംഘടിപ്പിക്കണം. അപ്പോഴാണ് ഈ സ്ഥലം, ഇവിടെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചുകളുടെ പല സഭകളുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ദൈവദാസനോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. താനും സഭകളെ അറിയിച്ചു. വളരെ വളരെ നന്ദി. നിങ്ങളെല്ലാവരെയും
ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചില നിമിഷങ്ങൾ ടോം അങ്കിൾ ദൈവം തനിക്ക് നൽകിയ ദർശനം, അതുപോലെ മിഷനുമായി ബന്ധപ്പെട്ട് തനിക്ക് നമ്മളോട് പറയാനുള്ളത് ചുരുക്കം ചില മിനിറ്റുകളിൽ നമ്മളോട് സംസാരിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ മീറ്റിംഗ് മുൻപോട്ട് കർത്താവ് പരിശുദ്ധാത്മാവ് നയിക്കും. താങ്ക് യു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാനും പ്രിയപ്പെട്ട ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്ന ഡോക്ടർ BP മാത്യു, ബാബു ചെറിയാൻ പാസ്റ്റർ, ഈ മീറ്റിംഗ് മനോഹരമായി ഇവിടെ അറേഞ്ച് ചെയ്ത പ്രിയ ദീപു ബ്രദർ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇമ്മാനുവൽ ഹെൻറി, ജോബിൻ, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കായിട്ടെല്ലാം ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ 2 ദിവസമായിട്ട് റാന്നിയിലും വടക്കാഞ്ചേരിയിലുമൊക്കെ നടന്നു. ദൈവവചനം കേൾക്കാനും മിഷൻ്റെ പാർട്ട്നേഴ്സായിട്ട് മാറാനുമൊക്കെ ജനങ്ങളുടെ വലിയ ദാഹം അവിടെയെല്ലാം കാണുവാൻ കഴിഞ്ഞു. ഒരു അന്ത്യകാല ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ജനം കടന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് വ്യഗ്രതയുള്ള ഒരു കൂട്ടം ആൾക്കാരെ നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്താണ് നമുക്ക് കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങൾ ചെയ്യുവാൻ പറ്റുക? പ്രിയ അബിബദർ ഇവിടെ സൂചിപ്പിച്ചു, ലോകത്ത് ക്രിസ്തീയ പീഡനം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ ആയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഏതാണ്ട് 400 മില്യണിലധികം ക്രിസ്തീയ വിശ്വാസികൾ പീഡനത്തിൻ്റെ നടുവിലായിരിക്കുന്നു. അതായത് ഓരോ വർഷവും, ഇപ്പം ഈ പുതിയ വർഷം 2025 ഓപ്പൺ ഡോർസ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഈ ക്രിസ്തീയ പീഡനത്തിൻ്റെ അളവുകളെക്കുറിച്ച് ഓരോ വർഷം അവർ, കാനഡ ബേസ്ഡാണ് ഓപ്പൺ ഡോർസ്, അപ്പോൾ അവരത് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഇന്നലെയാണ് അതിൻ്റെ പുതിയ വർഷത്തെ അപ്ഡേറ്റ്സ് വന്നത്. ഓരോ വർഷവും അത് അപ്ഡേറ്റ് ചെയ്യുന്നത് ജനുവരി 15-16 ആകുമ്പോഴാണ് ചെയ്യുന്നത്. ഞാനത് വായിച്ചപ്പോൾ വളരെ പ്രയാസമേറിയ അവസ്ഥകളിൽ കൂടിയാണ് ക്രിസ്തീയ വിശ്വാസികൾ കടന്നു പോകുന്നത്. ഏതാണ്ട് 50 മുതൽ 70 വരെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ പീഡനം അത് ഒരു തരത്തിലും കുറഞ്ഞു വരുന്നില്ല, വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ക്രിസ്തീയ പീഡനമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചു, നോർത്ത് കൊറിയ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ പീഡനം നടക്കുന്നത് നോർത്ത് കൊറിയയിലാണ്, ഉത്തര കൊറിയ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാം എന്നെനിക്കറിയില്ല. ഒരു 120 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് കൊറിയ ഒരു ക്രിസ്തീയ രാജ്യമായിരുന്നു. ആ രാജ്യത്ത് 2000-ലധികം ചർച്ചുകളുണ്ടായിരുന്നു. കിഴക്കിൻ്റെ ജെറുസലേം എന്നായിരുന്നു ആ രാജ്യം അറിയപ്പെട്ടിരുന്നത്. അത്രമാത്രം ക്രിസ്തീയ വിശ്വാസികളുണ്ടായിരുന്ന രാജ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഭരിക്കുന്ന ഭരണാധിപൻ്റെ പിതാമഹൻ, ഗ്രാൻഡ് ഫാദർ, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി ആ രാജ്യം പിടിച്ചടക്കി അവർ ഭരണമേറ്റപ്പോൾ ആദ്യം അവർ ചെയ്തത് അവിടെയുള്ള ചർച്ചുകളെല്ലാം തകർക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഒരു ചർച്ചും അവിടെ പാടില്ല, ഒരു ആരാധനയും അവിടെ പാടില്ല, ഒരു ബൈബിൾ പോലും കൈവശം വെക്കുവാൻ പാടില്ല, ഒരു ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, കർത്താവുമായിട്ടൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ആദ്യം അവർ ചെയ്തതാണ്. അതിനുശേഷം ക്രിസ്തീയ വിശ്വാസികൾ വളരെ പീഡനത്തിൽ കൂടി അവിടെ കടന്നു പോകുന്നു. ഇപ്പോഴും അൺഒഫീഷ്യൽ കണക്കനുസരിച്ച് ഏതാണ്ട് 4 ലക്ഷം പേര് വിശ്വാസികളായിട്ട് നോർത്ത് കൊറിയയിലുണ്ട്. എന്നാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ആരാധനാ സ്വാതന്ത്ര്യമില്ല. അത് മാത്രവുമല്ല, ഏതെങ്കിലും കാരണവശാൽ ആരാധനയ്ക്കോ അല്ലെങ്കിൽ ബൈബിൾ വെച്ചു എന്ന കാരണവശാൽ പിടിക്കപ്പെട്ടാൽ ഒന്നിൽ അവരെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ അവരെ പാർപ്പിക്കുന്ന ഒരു സെല്ലുണ്ട്. ആ സെല്ലിൽ ഇപ്പോൾ ഏതാണ്ട് 70,000-ലധികം പേരുണ്ട്. ആ 70,000-ലധികം പേർ ദിനംതോറും മരിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് മരുന്നില്ല, അവർക്ക് ഭക്ഷണമില്ല, യാതൊന്നുമില്ല. ഇത്രമാത്രം പീഡനത്തിൽ കൂടി ആ രാജ്യം കടന്നു പോകുന്നു. ഈ രണ്ടാമത്തെ പീഡനം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് സൊമാലിയ. നിങ്ങളൊക്കെ കേട്ട് കാണും. സൊമാലിയ ഒരു വളരെ ശക്തമായ ഇസ്ലാമിക ഭീകരന്മാർ കൈവശപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയൊക്കെ എത്ര വിശ്വാസികളുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വെറും 500-ൽ താഴെ വിശ്വാസികൾ, ക്രിസ്തീയ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അവർ കൊടുക്കേണ്ട വില എത്ര വലുതാണ്. കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല. അവരെ പിടിക്കപ്പെട്ടാൽ, വിശ്വാസിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഷൂട്ട് അറ്റ് ദ സൈറ്റ്, ഇമ്മീഡിയറ്റ്ലി അവരെ വെടിവെച്ച് കൊല്ലുന്ന അധികാരമുള്ളവർ. ആരും അവർക്ക് അധികാരമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ആരും അവിടെ ചോദ്യം ചെയ്യുവാൻ ഇല്ല.
ആ 500 പേര് താഴെയുള്ള വിശ്വാസികൾ ജീവിക്കുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന, അത്രമാത്രം ശക്തമായ പീഡനത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ഒരു ചെറിയ കൂട്ടം ജനം. അതുപോലെ ലിബിയയിൽ, യമനിൽ, പാകിസ്ഥാനിൽ, എറിട്രിയയിൽ, നൈജീരിയയിൽ, ഇറാനിൽ, നമ്മുടെ രാജ്യത്ത്. എന്താണ് നൈജീരിയയിൽ സംഭവിക്കുന്നത്? ലോകത്തിൽ പീഡനത്താൽ മരണപ്പെടുന്ന മൊത്തവും അംഗസംഖ്യയുടെ 85% മരിക്കുന്നത് നൈജീരിയയിൽ മാത്രമാണ്. ഓരോ ദിവസവും 15-ലധികം പേര് വിശ്വാസത്തിൻ്റെ പേരിൽ നൈജീരിയയിൽ കൊല്ലപ്പെടുന്നു. ഈ കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ മരണം നടന്നത്, വിശ്വാസത്തിൻ്റെ പേരിൽ മരണം നടന്നത് നൈജീരിയയിലാണ്. അവിടെ ഓരോ ദിവസവും വിശ്വാസത്തിൻ്റെ പേരിൽ ജനം കൊല്ലപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് നമുക്ക് നന്നായി അറിയാം. എല്ലായിടത്തും പീഡനം ശക്തമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയോ പേരെ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ പിടിച്ചു നിൽപ്പാൻ കഴിയാതെ വിശ്വാസക്കൂട്ടം, സുവിശേഷകര്, പാസ്റ്റേഴ്സ് എല്ലാം വളരെ ശക്തമായ പീഡനത്തിൽ കൂടി കടന്നു പോകുന്നു. എന്താണ് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? ഇതിൻ്റെ നടുവിൽ നമുക്ക് നോർത്ത് കൊറിയയിൽ പോയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുവാനോ സാമ്പത്തിക സഹായം ചെയ്യാനോ ഒന്നും കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി ശക്തമായി ദിനംതോറും പ്രാർത്ഥിക്കാൻ കഴിയും. ഈ ഒരു ആശയം മുൻനിർത്തിയാണ് ഡെലിവറൻസ് പ്രെയർ സെൻ്റർ എന്ന പേരിൽ ഇന്ത്യയുടെ പല ഭാഗത്തും, നമുക്ക് പറ്റ്നയിൽ ഇപ്പോൾ ഇന്ത്യ മിഷനോട് ചേർന്ന് നമുക്കതിനുവേണ്ടി ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ 100 കണക്കിന് വിശ്വാസികൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പാർക്കുന്ന ഹ്യൂസ്റ്റൺ, ടെക്സസിലെ ഹ്യൂസ്റ്റൺ എന്ന സിറ്റിയിൽ ദിനംതോറും, ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുക. ദിനംതോറും ദിവസവും പ്രാർത്ഥന നടക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ, കേരളത്തിൽ തന്നെ ധാരാളം പ്രെയർ സെൻ്ററുകളുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കുന്നത് ഈ പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി. ഓരോ ആഴ്ച ഓരോ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ദയവായി ഈ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കാളികളാകണമെങ്കിൽ ഈ മീറ്റിങ്ങിന് ശേഷം എന്നോട് പറഞ്ഞാൽ മതി. ടെലിഫോൺ നമ്പർ ഷെയർ ചെയ്യാം. ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം ബീഹാറിലെ വേലയുമായി, ബീഹാർ, ഉത്തർപ്രദേശ് സ്റ്റേറ്റുകളിൽ നടക്കുന്ന വേലയുമായി ബന്ധപ്പെട്ടുള്ള മിഷൻ മീറ്റിംഗാണ്. ഞാൻ എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആദ്യം പെർസിക്യൂഷൻ കൺട്രീസിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശക്തമായ വേല ഇന്ത്യയിൽ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബീഹാർ. ബീഹാറിൽ ഒരു കാലത്ത് സുവിശേഷകർക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. അവിടെ സുവിശേഷത്തിൻ്റെ ശക്തി എത്ര ജനം പ്രാർത്ഥിച്ചാലും അതിന്മേലൊരു വിടുതൽ കിട്ടാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി വില കൊടുത്ത് അനേക സുവിശേഷകർ, പ്രിയ എ.ബി. ബദർ മൂലം, അല്ലെങ്കിൽ അതുപോലെയുള്ള ധാരാളം ആളുകൾ 25 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അവർ കാണിച്ചു കൊടുത്ത മാതൃക, അവർ കൊടുത്ത ലീഡർഷിപ്പ് മൂലം ഇന്ന് ബീഹാർ വിളഞ്ഞു കിടക്കുന്ന ഒരു വിളഭൂമിയായിട്ട് മാറിയിരിക്കുക. അവിടെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ ആയിരക്കണക്കിന് ആളുകൾ സുവിശേഷത്തിന് വേണ്ടി പഠിപ്പാനും സുവിശേഷത്തിന് വേണ്ടി ശക്തമായി മുന്നിട്ടിറങ്ങുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനുവേണ്ടി ഒരുക്കമുള്ള ഒരു കൂട്ടം യുവാക്കൾ, ഒരു കൂട്ടം സുവിശേഷകർ ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നു. എന്താണ് നമുക്കവിടെ ചെയ്യുവാൻ കഴിയുന്നത്? നമുക്ക് ധാരാളം വേലക്കാരെ വേണം. നമ്മുടെ വേല കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ അതിനുവേണ്ടി തയ്യാറായി ബീഹാറിൻ്റെ പ്രദേശത്തേക്ക് കടന്നു ചെല്ലണം. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാവുന്ന രീതിയിൽ ഇവിടെ പറഞ്ഞു, അവിടെ വരുന്നവരൊക്കെ വളരെയധികം ജോലികൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേലയെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. ഞാനെപ്പോഴും അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പാനുള്ള സാഹചര്യമില്ല. അവിടെയുള്ള റിച്ചായിട്ടുള്ള ആളുകളല്ലാതെ മറ്റുള്ള താഴേക്കിടയിൽ കിടക്കുന്ന കുടുംബങ്ങൾക്ക്, അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. അവിടെ വിദ്യാഭ്യാസം ലഭിക്കുന്നത് അപ്പർ കാസ്റ്റുള്ളവർക്ക് മാത്രമാണ്. ആ പ്രയാസം മനസ്സിലാക്കി എ.ബി. ബദറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇന്ത്യ മിഷൻ അതിൻ്റെ വേല ആരംഭിച്ചു. 100 കണക്കിന് സ്കൂളുകൾ, മസ്റ്റാങ് സ്കൂളെന്ന് പറഞ്ഞ് നമുക്കിന്ന് സ്കൂളുകളുണ്ട്. എന്താണ് അവിടെ ചെയ്യുന്നത്? സ്കൂളുകളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്
അവിടെ ഒരു വലിയ ബിൽഡിങ്, ഇതുപോലെ ബിൽഡിങ് കെട്ടി സ്കൂൾ നടത്തുന്നതല്ല. അവരുടെ വീടിൻ്റെ റൂമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെങ്കിലും കിട്ടുന്ന ആ ചെറിയ സൗകര്യത്തിൽ. എന്നാൽ നിങ്ങൾ കേൾക്കണമോ, അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞങ്ങൾ എല്ലാ വർഷമൊക്കെ പോകുമ്പോൾ അവരോട് മാത്തമാറ്റിക്സിൻ്റെ ഗുണനപ്പട്ടിക ചോദിക്കും. ലാസ്റ്റിൽ ഒരു പ്രാവശ്യം 1-2 പേർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് 27ൻ്റെ ഗുണനപ്പട്ടികയാണ്. ഗുണനപ്പട്ടിക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ 27 മൾട്ടിപ്ലൈ 1 27, 27 മൾട്ടിപ്ലൈ ബൈ 2 54. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര സ്മാർട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ. നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റത്തില്ല, കാൽക്കുലേറ്റർ ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. അത്രമാത്രം ബ്രൈറ്റ് സ്റ്റുഡൻസാണ്. എന്നാൽ അവർ ലെസ് ഓപ്പർച്യൂണിറ്റി ഉള്ളവർ, അവർക്ക് ഇതിനുള്ള സാഹചര്യമില്ലാത്തവർ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കുന്ന ഈസിയൊന്നുമല്ല. അവിടെ ഒരു സിസ്റ്റർ, ആ സിസ്റ്ററും ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ബാബു ബ്രദറും കൂടെ ചേർന്ന് ചില ദേശങ്ങൾ, അവർ പാർക്കുന്നതിനടുത്ത് വളരെ താഴേക്കിടയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 70 വർഷം ബാക്കിൽ കാണാത്ത തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, പെട്ടെന്ന് അവരെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ അവർ വരത്തില്ല. ഏതാണ്ട് 1 വർഷത്തോളം അവിടെ പോയി അവർക്ക് ഫുഡ് കൊടുത്ത് പതുക്കെ പ്രവർത്തിക്കുമ്പോഴവർ കടന്നു വരും. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. എത്രമാത്രം കമ്മിറ്റ്മെൻറ്റോടുകൂടിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇന്ന് അവിടെ പഠിപ്പിക്കുന്നത്. 100 കണക്കിന് സ്കൂളുകൾ, 100 കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവിടെ പോയി അതൊക്കെ ഒന്ന് കാണണം. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒന്നുമില്ലാത്ത ആളുകളെ കാണുവാനും അവരുടെ ഹൃദയത്തിനൊരു സന്തോഷമായ ഒരു തുടിപ്പുണ്ടാകുവാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവി എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു വരാൻ പോകുന്ന കുഞ്ഞിന് വരെ അഡ്മിഷൻ വേണ്ടി ബുക്ക് ചെയ്ത് പൈസ കൊടുത്ത് ക്ലിയറാക്കി വെക്കുന്ന സ്ഥാനത്ത് 12 വയസ്സും 13 വയസ്സുള്ള ഒരാൾ അക്ഷരമാല പോലും പഠിക്കാത്ത അനുഭവം. അവർക്കതിനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ അവരെ പഠനത്തിന് സാഹചര്യങ്ങൾ കൊടുത്ത് അവരെ പഠിപ്പിച്ച് സ്തുതിഗീതങ്ങൾ പാടി ശക്തമായി ആനന്ദ നൃത്തം ചെയ്യുന്ന അവസരങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതാണ് ശരിയായ മിഷൻ എന്ന് പറയുന്നത്. ആ മിഷൻ്റെ പെർഫെക്ഷൻ എല്ലാ തരത്തിലും. ഞാനിതൊരു എക്സാമ്പിൾ മാത്രം, എനിക്കൊത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ ലെവലിലേക്കും പോകുന്നില്ല. സുവിശേഷം ശരിയായ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ബീഹാർ ഇന്ന് ഹൗസ് ചർച്ചസ് 3500ഓളം ഹൗസ് ചർച്ചസ് അവിടെയുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? എബി ബ്രദർ ഇവിടെ പറയുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ബീഹാറിൽ ഇത്രമാത്രം ശക്തമായ വേല നടക്കണമെങ്കിൽ കർത്താവിന് ആ സ്റ്റേറ്റിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത്ര വളരെ പ്രയാസമേറിയ സ്റ്റേറ്റിൽ ഇന്ന് ശക്തമായ വേല നടക്കുന്നു. എങ്ങനെ നമുക്കിതിനകത്ത് സഹകരിക്കാൻ പറ്റും? എങ്ങനെ നമുക്കെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ ശക്തമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഏതൊക്കെ തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാമോ ബീഹാറിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയ്ക്കുകയും അതോടൊപ്പം നമ്മുടെ പ്രവർത്തന മേഖലകളെ ശക്തീകരിക്കുകയും ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ആ വലിയ പ്രത്യാശയുടെ ദിനത്തിൽ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി കർത്താവ് തന്നിരിക്കുന്നത് പൂർണ്ണമായും നിറവേറപ്പെടുവാൻ സ്വർഗം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. എനിക്ക് തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാ മഹത്വവും അർപ്പിക്കുന്നു.